അടുത്തത് നുറത്തിബു തർത്തീബാക്കാനാണ്. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആനിൽ നൈപുണ്യം നേടിയവർ, അതായത് ഖുർആനിൽ നല്ല കഴിവുറ്റ ആളുകൾ, മഅ സഫറത്തിൽ കിറാമിൽ ബററ ബഹുമാന്യരായിരിക്കുന്ന സഫറ എന്ന മലക്കുകളുടെ കൂടെയായിരിക്കും. അടുത്തത് കതബുത്തി കതബുത്തുന്ന കതബുത്തു കതബുത്തുമ കതബുന. അത് സർഫാക്കലാണ്. അന്ത്യ അന്തുമ അന്തുന്ന ആ മോഡലാണ്. കതബുത്തി കതബുത്തുമ കതബുത്തുന്ന. എന്നിട്ടോ കതബുത്തു കതബുന, അതായത് മുഖാത്തബിൻ്റെ സിയഗയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള. അത് കഴിഞ്ഞിട്ട് മുത്തക്കല്ലിമിൻ്റെയും സിയകൾ. ഇനി അടുത്ത നുസരിഫു സർഫാക്കാനാണ്. സർഫാക്ക നിങ്ങൾ എന്തായാലും പഠിക്കണം. മുലാരിയും പഠിക്കണം, മാലിയും പഠിക്കണം കേട്ടോ. യു അല്ലിമു യു അല്ലിമാനി യു അല്ലിമൂന. തു അല്ലിമു തു അല്ലിമാനി യു അല്ലിംന. തു അല്ലിമു തു അല്ലിമാനി തു അല്ലിമൂന. തു അല്ലിമീന തു അല്ലിമാനി തു അല്ലിംന. ഈ രൂപത്തിലാണ്. വളരെ സിമ്പിളാണ്. ഏത് രൂപം വന്നാലും ഒരേ മെത്തേഡാണ് സർഫാക്കുന്നതിനുള്ളത്. ഇനി എജ്ലിസ് വന്നാലോ, എജ്ലിസു എജ്ലിസാനി എജ്ലിസൂന, തജ്ലിസു തജ്ലിസാനി യജ്ലിസ്ന. മനസ്സിലായല്ലോ? എല്ലാം ഒരേപോലെയാണ് പോവുക. അടുത്തത് നുബയ്യിനു വ്യക്തമാക്കാം. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ അയക്കപ്പെട്ട ഇമാമാരാണ്. ഓരോ ഇമാമിങ്ങളും അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫ് കൊടുത്തയച്ചു അല്ലേ? ആ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ. ആരാണ്? അബൂ അബ്ദുറഹ്മാനി സലമി. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. മാദാ കാന ഇസ്മുൽ മദീനത്തി ഖബ്ലിൽ ഹിജ്റത്തി. ഹിജ്റക്ക് മുമ്പ് മദീനയുടെ പേരെന്തായിരുന്നു? അത് ലിസാനുൽ ഖുർആൻ്റെ ഭാഗമാണ്. എന്താണ്? യസ്രിബ്. അതേ വിഷയം തന്നെ താരീഖിലും ചിലയിടത്തൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. നുഅരിബു അർത്ഥം എഴുതാനാണ്, അറബി ആക്കാനാണ്. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക. അത് തജ്വീദിൻ്റെ ഭാഗമാണ്. വ ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വ അൻസിതു. അല്ലേ? നിങ്ങളടുത്ത് ഖുർആൻ ഓതി കേൾക്കപ്പെട്ടാൽ നിങ്ങളെന്ത് ചെയ്യുക? അത് ശ്രദ്ധിച്ചു കേൾക്കുക. ഓതപ്പെട്ടാൽ അത് ശ്രദ്ധിച്ചു കേൾക്കുക. വൻസിത്തു, നിങ്ങൾ ശാന്തരാവുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ 10 വർഷം ജീവിച്ചു. ആഷൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ 10 വർഷം ജീവിച്ചു. അത് ഒരു ചെറിയ ഭാഗമാണ്, പക്ഷേ അതിൽ നിന്ന് പല ചോദ്യങ്ങളും മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് ലിസാനിലെ 18ാമത്തെ പേജിൽ, അതായത് 5ാമത്തെ ചാപ്റ്ററിലുള്ള ഒരു ഭാഗമാണ്. അതിൻ്റെ താഴെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് നുക്കമ്മിലു, നമുക്ക് പൂർത്തിയാക്കാനാണ്. വല്ലഹ മുതൽ നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇതാണ് പൂർത്തിയാക്കാൻ കൊടുത്തിരുന്ന ഒരു ചോദ്യം. വല്ലഹ മുതൽ നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. രണ്ടാമത്തത് അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഹീന യഖ്ദുമു ഇലൽ മദീന. ഞാൻ പറഞ്ഞു, അതായത് പാഠഭാഗത്തുനിന്ന് ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരാണത്. ഒന്നാമത്തെ പാഠഭാഗത്തിലാണത് പറയുന്നത്. കണ്ടോ, അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമുൽ മദീന. 4-ാമത്തെ പേജിൽ പാഠഭാഗത്ത് നിന്ന് ചിലതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിനാണെങ്കിലോ 3 മാർക്കുണ്ട്, നേരത്തെ 2 മാർക്കും. അപ്പോൾ അതുകൊണ്ട് പാഠഭാഗം നോക്കാതിരിക്കരുത്. ഒരുപക്ഷെ നമ്മുടെ ടോപ്പ് പ്ലസ് ഒക്കെ നഷ്ടപ്പെടാൻ അത് കാരണമായേക്കാം. തദ്രീബാത്ത് മാത്രം നോക്കി പോകുന്ന ഒരു സിസ്റ്റം ഒഴിവാക്കുക പരമാവധി, കേട്ടോ. നക്തുബിൽ മായന അർത്ഥം എഴുതാനാണ് ഐക്കല, ഉണർത്തി അല്ലേ. ഐക്കല ജുനൈദുൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. പാഠഭാഗമാണ്, നല്ലോണം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അല്ലേ, 3-ാമത്തെ പാഠത്തിൻ്റെ തുടക്കത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഐക്കല ജുനൈദുൻ അഖാഹു സഗീറ അല്ലേ, ലിസാനിൽ. അടുത്തത് മുസ്തമിഉൻ, ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ. മുസ്തമിയ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ. ഇത്രയാണ്. ഇൻഷാ അല്ലാഹ് മറ്റു ചില ചോദ്യപേപ്പറുകൾ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം.